guys, welcome back to my YouTube channel. Hanu Jimo 746. എനിക്കറിയാം ആ പേരൊന്നും മാറ്റാനുള്ള കാര്യം ഞാൻ മാറ്റിയിരിക്കുകയാണ്. സോ ഗൈസ്, ബുക്സ് ഒക്കെ കണ്ടപ്പോഴേ മനസ്സിലാക്കാനല്ല, ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടൊരു വർഷമായി. എനിക്ക് തോന്നി ഇതുവരെ ഞാൻ എൻ്റെ പുതിയ ബുക്സിൻ്റെ ഒന്നും വീഡിയോ ഇട്ടിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. കാരണം എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. എന്താണെന്നറിയാമോ, കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾക്ക് ഒരു സെമസ്റ്റർ ഒരു ബുക്കിനകത്ത് തന്നെ ഒരു 5-6 സബ്ജക്ട്സ് ഉണ്ടായിരുന്നു ഒരു ടെക്സ്റ്റിനകത്ത് തന്നെ. പിന്നെ ഹിന്ദി, മലയാളം, കമ്പ്യൂട്ടർ മാത്രം സെപ്പറേറ്റ് അതേ ഉള്ളൂ. പക്ഷെ ഇപ്പം ഈ വർഷം അങ്ങനല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വർഷത്തെ മാത്രം വീഡിയോ എടുക്കുന്നത്. സോ ഞാൻ എന്തായാലും നമുക്ക് തുടങ്ങാൻ, ലാഗ് എടുക്കുന്നില്ല. സോ ഗൈസ്, ഫസ്റ്റ് തന്നെ പറയാമല്ലോ, ഈ വർഷം വന്നിട്ടുള്ള ചേഞ്ച്, ഓരോ സബ്ജക്റ്റിനും ഓരോ ടെക്സ്റ്റാണ്, സെപ്പറേറ്റ് ടെക്സ്റ്റാണ്. സെമസ്റ്റർ അല്ല, ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് ടെക്സ്റ്റാണ്. അതുകൊണ്ടല്ലേ ഇത്രയും ടെക്സ്റ്റ് ബുക്കുകൾ, മനസ്സിലായ? പിന്നെ ആണെങ്കിൽ യൂണിഫോമിനൊരു ചേഞ്ച് വരുന്നുണ്ട്. ബോയ്ക്ക് ഒരു ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. പുസ്തകം പൊതിയുന്ന ബുക്ക് റാപ്പിന് ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. പിന്നെ എന്താ ചേഞ്ച് വരുന്നത്? ഫീസിന് ചേഞ്ച് വരുന്നുണ്ട്. അതൊക്കെ ഉള്ളു. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ്, ഞാൻ അതൊക്കെ ലാസ്റ്റ് പറയാമേ. നമുക്ക് ബുക്കിലേക്ക് എടുക്കാവേ. അടങ്ങിയല്ലേ. ഇതാണ് ഫസ്റ്റ് ബുക്ക്. ഇത് ഇംഗ്ലീഷിന്റെ ലിറ്ററേച്ചർ റീഡർ ആണ് കേട്ടോ. ലിറ്ററേച്ചർ റീഡർ ആണ്. ഇംഗ്ലീഷിൽ തന്നെ ഇവിടെ 3 ബുക്കുകളാണ് ഉള്ളത്. അതിൽ ആദ്യത്തേതാണ് ലിറ്ററേച്ചർ റീഡർ. ലിറ്ററേച്ചറിൻ്റെ ബുക്കാണ് ഇംഗ്ലീഷിൻ്റെ. ഇംഗ്ലീഷ് ഫോർ ദ ന്യൂ വേൾഡ് എന്നാണ് ഇംഗ്ലീഷിൻ്റെ ബുക്കുകളുടെ പേര്. സോ ഇതാണ്ട് ലിറ്ററേച്ചർ റീഡർ. ഞാൻ ജസ്റ്റ് ഇത് തുറന്ന് കാണിച്ചു തരാം. നല്ല രസമാണ് ഈ വർഷത്തെ ബുക്ക്. എനിക്ക് പഠിക്കാനും പുതിയതായിട്ടിരിക്കാണ്. ഗൈസ്, ഇവിടെയാണ് കണ്ടൻസ് ഉള്ളത്. അപ്പം ഞാൻ അതിനകത്ത് വായിച്ചു തരാം. ഇതെനിക്ക് തോന്നുന്നു മെയിൻ ടെക്സ്റ്റ് അല്ല, ഇത് ലിറ്ററേച്ചർ റീഡറാണ്. ഇത് മെയിൻ ടെക്സ്റ്റ് അല്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ എല്ലാം നമുക്ക് പഠിക്കണം. വായിച്ചു തരാം. ഇംഗ്ലീഷിൻ്റെ ലിറ്ററേച്ചർ റീഡറിനകത്ത് 11 സബ്ജക്ട്സ് ആണുള്ളത്. 11 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ മൈ ഫ്രണ്ട് ആൻഡ് ഐ, ഇന്ത്യൻ വീവേഴ്സ്, ദ പാരറ്റ് ഹു വുഡിൻറ്റ് ടോക്ക്, ദ പിക്ടേൽ, ഹാഫ് എ ഗിഫ്റ്റ്, വെയിറ്റിംഗ് അറ്റ് ദ വിൻഡോ, ദ ഫസ്റ്റ് പേഷ്യൻറ്റ്, നൈറ്റ് മെയിൽ, ബി പ്രിപ്പയർഡ്, ദ ലിസണേഴ്സ്, എ റിയൽ ഫീസ്റ്റ്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ആൻഡ് ഫുൾ ഓഫ് കഥകളും ചെറിയ ചെറിയ പാട്ടുകളും ഒക്കെ ഉണ്ട്. കണ്ടില്ലേ? പിന്നെ അതിനോടൊപ്പം തന്നെ വർക്ക്സ് ഒക്കെ ഉണ്ട്. ചാപ്റ്ററിനുണ്ട്. കണ്ടോ? വർക്ക്സ് ആണ് ഇതൊക്കെ. കൊള്ളാം. ഫസ്റ്റ് ബുക്ക് കഴിഞ്ഞേക്കാണ്. സെക്കൻഡ്, എൻ്റെ പേര് ഗണിത പ്രകാശ് എന്നാണ്. ഇത് മാത്തമാറ്റിക്സിൻ്റെ ടെക്സ്റ്റ് ആണ് കേട്ടോ. മാത്സിൻ്റെ ടെക്സ്റ്റ് ആണിത്. സോ ഗണിത പ്രകാശ് കൊള്ളാം. ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, ഞാൻ 6th സ്റ്റാൻഡേർഡിലാണ്. ഇനി മാത്സിൻ്റെ ടെക്സ്റ്റ് ഭയങ്കര വലിയതാണെന്നാണ് ഇതിനകത്ത്. മാത്സിന് എനിക്ക് തോന്നുന്നു ഏകദേശം 10 ചാപ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. കണ്ടൻസ് കണ്ടോ? 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. പറയാം. പാറ്റേൺസ് ഇൻ മാത്തമാറ്റിക്സ്, ലൈൻസ് ആൻഡ് ആംഗിൾസ്, നമ്പർ പ്ലേ, data handling and presentation, prime time, perimeter and area, fractions, playing with constructions, symmetry, the other side of zero. അങ്ങനെ 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇതിനകത്ത് ഇതുപോലുള്ള കുറേ വർക്കുകളിലെ കാട്ടി കൂടുതൽ പഠിക്കാൻ ഇതിനകത്തുണ്ട് കേട്ടോ, നല്ലപോലെ. സോ ഗണിത പ്രകാശ് കഴിഞ്ഞു. ഇനി അടുത്തത് മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ഇത് GK-യുടെ ബുക്കാണ്. ഒരു മിനിറ്റ്. സോ ഗൈസ്, മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്ന ബുക്കാണ്. ഇത് GK-യുടെ ബുക്കാണ് കേട്ടോ. GK-ക്ക് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്നൊക്കെ എനിക്ക് പറയാം. ഫുള്ളിലി 5 യൂണിറ്റ്സ് ആണുള്ളത്. കണ്ടില്ലേ? 5 യൂണിറ്റ്സ് ഉണ്ട്. ആൻഡ് 5 യൂണിറ്റ്സിനകത്തും
യൂണിറ്റ്സിനകത്ത് ആദ്യത്തെ യൂണിറ്റ് നേച്ചർ, അതിനകത്ത് ദ അക്വാട്ടിക് ലൈഫ്, എക്സോട്ടിക് ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സ്, എൻഡേഞ്ചേർഡ് ആനിമൽസ് ഇൻ ഇന്ത്യ, ബയോസ്ഫിയർ ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ്, റെയർ ആനിമൽസ് ഓഫ് ദ വേൾഡ്, അത്രയുണ്ട്. സെക്കൻഡ് യൂണിറ്റ് ആർട്ട് ആൻഡ് കൾച്ചറാണ്. ഇന്ത്യൻ മ്യൂസിക് മാസ്റ്റേഴ്സ് അറ്റ് ദ ഗ്രാമീസ്, ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ഓഫ് ഇന്ത്യ, കൾച്ചറൽ ഫെസ്റ്റിവൽസ് ഇൻ ഇന്ത്യ. അടുത്തത് സ്പോർട്സ് ആണ്. ഓൾ ടൈം ഫേവറേറ്റ് സ്പോർട്സ്മാൻ, ദ വേൾഡ്സ് റെയറസ്റ്റ് സ്പോർട്സ്, സക്സസ്ഫുൾ സ്പോർട്സ് വുമൺ, സീ വാക്കിംഗ്. അടുത്ത യൂണിറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ് ഗൈസ്. അതിനകത്ത് മോഡേൺ ഇൻവെൻഷൻസ് ആണ്. മോഡേൺ ഇൻവെൻഷൻസ്. അടുത്തത് ഇന്ത്യയാണ്. ദ ഭാരത് രത്ന റെസിപ്പൻറ്റ്, സിഗ്നിഫിക്കൻറ്റ് ഫേഴ്സസ് ഫോർ ഇന്ത്യ, ലീഡിംഗ് വുമൺ ഇൻ ഇന്ത്യ, ദ ഹിസ്റ്ററി ഓഫ് ദ ഇന്ത്യൻ റുപ്പി, ദ ഹോർട്ടിക്കൾച്ചർ ഇൻ ഇന്ത്യ, ഇന്ത്യൻ ഫിലാന്ത്രോഫിസ്റ്റ്. അത്രയാണ് ഗൈസ് ഉള്ളത്. ഇനി അടുത്തത് ലാസ്റ്റ് യൂണിറ്റ് അറൗണ്ട് ദ വേൾഡ് ആണ്. ഗ്രേറ്റ്സ് ഇൻ വേൾഡ് ഹിസ്റ്ററി, ഗ്ലോബൽ അവേക്കനിങ്, യൂണിക് ആർക്കിടെക്ചർ അറൗണ്ട് ദ വേൾഡ്. ഈ 5 യൂണിറ്റ്സിലും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും പേരുകളാണ് ഞാനിപ്പോൾ വാങ്ങിച്ചത്. മൊത്തത്തിൽ 23 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. ആൻഡ് ഇതിനിടയ്ക്ക് നമുക്ക് ഇതുപോലെ പഠിക്കാനും ഉണ്ട്. ലൈക്ക് സോഷ്യലിനെ കൂട്ടൊക്കെ തന്നെയാണ്, പഠിക്കാനും ഉണ്ട്, ആക്ടിവിറ്റീസും വർക്കുകളും ഉണ്ട്. കണ്ടില്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തത് വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് ഗൈസ്. കമ്പ്യൂട്ടർ സയൻസിന് പണ്ടത്തെ പോലെ തന്നെ 13 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഒരു മാറ്റവും ഇല്ല. കമ്പ്യൂട്ടർ സയൻസിന്റെ ടെക്സ്റ്റിന് മാത്രം ഒരു മാറ്റവും ഇല്ല. യാതൊരുവിധ മാറ്റവും കമ്പ്യൂട്ടർ സയൻസിന് വന്നിട്ടില്ല. പണ്ടത്തെ കൂട്ടി തന്നെയാണ് ഗൈസ്. കമ്പ്യൂട്ടർ സയൻസിന്റെ ചാപ്റ്റർ ഞാൻ പറയാമേ. കണ്ടന്റ്സ് ആണ്. Story of computers, types of computer, components of a computer 1, components of a computer 2, computer virus, tables and borders in world, inserting pictures and text boxes, indents and spacing, autotext and language tools, making a poster, PowerPoint presentation, introduction to MS Publisher, working with MS Publisher, പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഇതുപോലെ നമുക്ക് പഠിക്കാനും ഉണ്ട്. അതിനോടൊപ്പം എന്താണ്ട് വർക്കുകളും എക്സസൈസസും ഒക്കെ ഉണ്ട്. അങ്ങനെയുണ്ട് ഗൈസ്. അടുത്ത ടെക്സ്റ്റിന്റെ പേര് ക്യൂരിയോസിറ്റി എന്നാണ് ഗൈസ്.